മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും തുടർ നടപടികളിൽ അന്വേഷണം വേണം, ആരോപണ വിധേയമായ കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ ജില്ലകളിൽ ഇന്ന് SP ഓഫീസിന് നേരെയും മറ്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. നേരത്തെ കോട്ടയം ജില്ലയിൽ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും അമൽ തേനംപറമ്പിൽ ചേരുന്നു. അമൽ, ഇപ്പോഴും പ്രകടനം അങ്ങനെ തുടരുകയാണോ? പോലീസിന്റെ ഇടപെടലുണ്ടോ? മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റിലേക്ക് എത്തിയപ്പോൾ മുതൽ ബാരിക്കേഡ് മറികടക്കാനൊരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. UDF കൺവീനർ എം മോഹൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടി ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആദ്യ 2 വട്ടം ജലപീരങ്കി, ഇപ്പോഴിതാ 3-ാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ബാരിക്കേഡിന് മുന്നിൽ തന്നെ പ്രവർത്തകർ തമ്പടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം, അബിൻ വർക്കി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് എത്തിയത്. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും SP ഓഫീസുകളിലേക്കുള്ള മാർച്ച് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാർച്ചും പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വരുൺ ജലപീരങ്കിയുടെ വാഹനമുണ്ട്, അതിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നത് നമുക്ക് കാണാം. കമ്പും കല്ലുകളും മറ്റും ഈ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചെറിയുകയാണ് പ്രവർത്തകർ. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലായി ഈ സെക്രട്ടേറിയറ്റിനൊക്കെ അകത്തേക്ക് കടക്കാനൊരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെ പോലീസുമായി ഉന്തുതള്ളും നടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ 2 സ്ഥലങ്ങളിലായി, ഒന്ന് ജലപീരങ്കിയുടെ മുന്നിലും അതോടൊപ്പം തന്നെ ഈ പോലീസുകാരുടെ സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ട്, അതിൻ്റെ അവിടെയും ഇപ്പോൾ സംഘർഷം നടക്കുകയാണ്. പോലീസുമായി ഉന്തുതള്ളുമാണ് പ്രവർത്തകർ. അകത്തേക്ക് പ്രവർത്തകരെ കടക്കുന്നത് തടയാനുള്ള വലിയ സന്നാഹം പോലീസും ഇവിടെ എത്തിയിരുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഇതിന് മുൻപ് നടന്ന ഒരു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ നേരിയ സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനുള്ള ശ്രമം ഇത് 2 പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തുടരുന്നതിനിടെ ഇപ്പോൾ 4-ാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അതിനാൽ തന്നെ പോലീസ് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെന്തായാലും പോലീസ് സംയമനം പാലിക്കുകയാണ്. പോലീസിന്റെ വാഹനത്തിന് നേരെ അടക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കല്ലേറും മറ്റും ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രകോപനം ഉണ്ടാകുന്നില്ല. ഈ പ്രവർത്തകരുടെ പ്രകോപനത്തിൽ പോലീസ് വീണു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പരമാവധി സംയമനം പാലിക്കുന്നു പോലീസ്. പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു
പാതയാണ്. കഴിഞ്ഞ കുറേ സമയമായി ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഇപ്പോൾ സംഘർഷം ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും ലാത്തിചാർജിലേക്ക് മറ്റും കടന്നിട്ടില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു നീക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുന്നുണ്ട്. മോത്തി, അമൽ, എത്ര തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്? 4ാം വട്ടവും ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ ജലപീരങ്കിയുടെ വാഹനത്തിന് മുകളിൽ സൈഡിലായി കയറി നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ 4 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഇവിടെ ട്രാഫിക് പോലീസ് വെച്ചിരുന്ന ഈ ട്രാഫിക് കൺട്രോളിനായി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം റോട്ടിലേക്ക് പ്രവർത്തകർ ഇടുകയാണ്. സ്വാഭാവികമായും അതുവഴിയുള്ള ഗതാഗതവും 4 വരി പാതയാണ്.